ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ മനോഹർ അമ്പലത്തിൽ നിന്ന് തൊഴുതു വരുന്ന സമയത്ത് കല്യാണി അങ്ങോട്ടേക്ക് വരുവാട്ടോ. കല്യാണിനെ കാണുമ്പോൾ തന്നെ മനോഹർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ മുമ്പ് കല്യാണി പറയണ്ടേ, എടാ മനോഹരെ, നീ കണ്ടിരുന്നോ നിതേന? കണ്ടിരുന്നോ, അവളുടെ കല്യാണമാണെന്ന് എന്ന് പറയാണ്. അറിഞ്ഞു, അവൾക്ക് വേണ്ടി മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിച്ചു. ആര്? നീയോ? അവൾക്ക് വേണ്ടിട്ടോ? എടാ നിന്നെക്കാള് യോഗ്യനും, നിന്നെക്കാള് യോഗ്യം എന്ന് പറയാൻ പാടില്ല, നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? എന്താ നിന്നെ കാണാൻ കൊള്ളാവുന്നതിനും അതുപോലെ തന്നെ നിന്നെക്കാള് യോഗ്യനായിട്ടുള്ള ഒരാൾ തന്നെയാണ് നിതേന കഴുത്തിൽ താലി കെട്ടാൻ പോണത്. അവൾ അവളുടെ ജീവിതത്തിൽ സന്തോഷവതിയായിരിക്കും. അവൾ സ്വപ്നം കാണാൻ പോലും വിചാരിക്കാത്ത ബന്ധം അവൾക്ക് കിട്ടിയിരിക്കണത്. അവൾ നന്നായിട്ട് വരട്ടെ. നിന്റെ മനസ്സിലെ സന്തോഷമാണെന്ന് എനിക്കറിയാം. പിന്നെ അത് മാത്രല്ല, നിന്റെ അടുത്ത് നിന്ന് ആദ്യമായിട്ട് രക്ഷപ്പെട്ടു പോയ പെണ്ണ് നിതയാണല്ലോ എന്ന് പറയുമ്പോഴേക്കും കല്യാണി, എനിക്കിപ്പൊ അങ്ങനെ ഒരു ഇതുമില്ല. ഞാനിപ്പോ സരിയുവിനെ വിവാഹം കഴിച്ച് അവളുടെ ജീവിതത്തിലോട്ടല്ലേ കടന്നിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് വേറെ ആരും വിവാഹം കഴിക്കണമെന്ന് പോലും ഇല്ല. അതായിരിക്കും നിഷേനയും അതിനുശേഷം ഇപ്പൊ വന്നിരിക്കുന്ന നിതേനയും പിന്നെ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ പോയതല്ലേടാ. കല്യാണി നോക്ക്, എനിക്കിപ്പൊ അങ്ങനത്തെ ഒരു ചിന്തയില്ല എന്ന് പറയണം. അതൊക്കെ നീയേ ഇപ്പൊ പ്രാർത്ഥിച്ചില്ല ദൈവങ്ങൾ, ആ ദൈവങ്ങൾ പോലും വിശ്വസിക്കില്ല നീ പറയുന്ന കാര്യങ്ങളൊക്കെ. അല്ല, നീ ഇപ്പൊ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്, വഴിപാട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നിതയുടെ വിവാഹമാണല്ലോ, അവൾക്കൊരു പുഷ്പാഞ്ജലി കഴിക്കാൻ വിചാരിച്ചു. നീയേ വന്നത് എന്തിനാന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാടാ. ഏതെങ്കിലുമൊക്കെ പെണ്ണ് നിനക്ക് കുടുങ്ങിയിട്ടുണ്ടായിരിക്കും, അവളെ കൈവിട്ടു പോയല്ലേ, അവളെ കല്യാണം കഴിക്കാൻ പറ്റണേ എന്നൊക്കെയായിരിക്കും നീ പ്രാർത്ഥിക്കാൻ വന്നത്. അയ്യോ കല്യാണി, ഒരിക്കലും അല്ല. നിന്റെ സ്വഭാവം തന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാടാ. അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുകളഞ്ഞേക്ക്. ഞാനും കിരണട്ടനും ജീവനുള്ള ഉള്ളിടത്തോളം കാലം നിന്റെ ആ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണി തൊഴാൻ വേണ്ടി അകത്ത് കയറി പോട്ടെ. മനോഹർ അവിടെ നിന്ന് പോകുവാണ്. ഈശ്വര, ഇനി ഇവിടെ സത്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞു കാണോ? ഇന്നത്തെ വിവാഹം ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. എന്നിട്ട് ഞാൻ എന്റെ പെണ്ണും കൂടി ഇവിടുന്ന് പറക്കും. ഇവള് പിന്നെ ഇവിടെ ഭർത്താവ് ഒന്ന് മഷി ഇട്ട് നോക്കിയാൽ പോലും എന്നെ കാണാനേ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ അവിടുന്ന് പോകുവാണ്. പിന്നീട് കാണിക്കുന്ന വരുണിനെയാണ്. വരുണാണെങ്കിൽ പെണ്ണിന്റെ വേഷമൊക്കെ ഇട്ടത്, മണവാട്ടി പെണ്ണിന്റെ വേഷമൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ജുബാനയും അതുപോലെ നിശ്ചയം ഒരുക്കിക്കൊണ്ടിരിക്കുകട്ടോ. അങ്ങനെ വരുൺ പറയണ്ട, അതെ ഈ മാലയൊക്കെ കണ്ട സംശയം തോന്നില്ലല്ലോ അല്ലെ? ഒരിക്കലും ഇല്ല, കറക്റ്റ് ഗോൾഡ് പോലത്തെ മാല തന്നെയാ കല്യാണ ചേച്ചി നിനക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കല്യാണത്തിന് വരുന്നവരൊക്കെ നമ്മുടെ പരിചയക്കാരാണല്ലോ, പിന്നെ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ആൾക്കാരും, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എന്തായാലും ഇന്നത്തോടെ മനോഹർ നല്ലൊരു പണിയാ കിട്ടാൻ പോണം, അതിലെനിക്ക് വല്ലാതെ സന്തോഷമുണ്ട് എന്ന് നിശ പറയുമ്പോൾ ജുബാന പറഞ്ഞിട്ട്, എനിക്കും അങ്ങനെ തന്നെയാണ്. എന്തായാലും നിത മാത്രമേ അവന്റെ വലയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളൂ. അവൾ നല്ലൊരു പെൺകുട്ടിയാണ്. എന്തായാലും നിനക്ക് നല്ലൊരു ജീവിതം തന്നെ കിട്ടും എന്നൊക്കെ ജുബാന പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കണത് നമ്മുടെ വരുണിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പെൺവേഷത്തിൽ, അതായത് ബ്രൈഡിന്റെ വേഷത്തിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിരണിനാണ് കാണിക്കുന്നത്. കിരണാണെന്നുണ്ടെങ്കിൽ എന്തോ ഫോണിൽ ഇങ്ങനെ വീഡിയോ കണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാട്ടോ. അങ്ങോട്ടേക്ക് രൂപ വരുന്നുണ്ട്. എല്ലാ മോനെ, നീ എന്താ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? അമ്മേ ഇവിടെ വന്നിരിക്കുന്നത് പറയാണ്. എന്താ ഇത് കണ്ടില്ലേ? ഇത് ആരാന്ന് നമുക്ക് മനസ്സിലായോ? ആരാ ഇത്? ഇതാണ് നിത. ഓ, മനോഹർ കല്യാണം കഴിക്കാൻ പോയ ആ പെൺകുട്ടിയല്ലേ? അതെ, അവളെ ഇന്ന് അവളുടെ വിവാഹമാണല്ലേ വരുണിന്റെ? അറിയാം, വന്ദനയുടെ മനോഹറിന്റെ വിവാഹം കൂടിയാണെന്ന് പറ. അതെ, ആ വിവാഹത്തിന് മുമ്പ് അമ്പലത്തിൽ വെച്ച് അവരൊന്ന് കണ്ടിരുന്നു. അപ്പൊ മനോഹർ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അമ്പലത്തിൽ വന്നതൊക്കെ കള്ളമൊക്കെ പറഞ്ഞിരുന്നു. കല്യാണം ഒളിച്ചു നിന്ന് ഈ വീഡിയോ എടുത്തിരുന്നു. ആ വീഡിയോ അവളേക്ക് അയച്ചതാണ്. അത് കണ്ടതിനെ ചിരിച്ചിരിച്ച് മതിയാവമ്മേ, നോക്കിക്കേ അവനൊരു അഭിനയം എന്ന് പറയാണ്. എന്തായാലും ഇന്നത്തോടെ തീരുവല്ലോടാ അവന്റെ അഭിനയവും കാര്യങ്ങളൊക്കെ. അല്ല, ഇന്നത്തെ കല്യാണത്തിന്റെ എല്ലാം ലൈവായിട്ട് വരുമല്ലോ അല്ലേ? എല്ലാം അപ്പൊ തന്നെ വീഡിയോ എടുത്തിട്ട് കല്യാണം നമുക്ക് കാണിച്ചു തരാമേ. അത് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് പറയാണ്. നമുക്ക് എന്തായാലും ലൈവായിട്ട് മനോഹർ ചമ്മിപ്പോണ വിവാഹം കാണാം എന്ന് പറയാണ്. പിന്നെ അത് മാത്രല്ല മോനെ, നോക്ക്, നീ എന്തായാലും സൂക്ഷിക്കണം. കല്യാണി മോളോടും സൂക്ഷിക്കാൻ വേണ്ടി പറയണം. ആ ഗംഗപ്രസാദ് അവൻ നിസ്സാരക്കാരനല്ല. അവൻ മാത്രല്ല, കല്യാണി മോൾക്ക് അവളുടെ അച്ഛനും പ്രകാശ് എന്ന് പറഞ്ഞ ആളും വിക്രമും ഒക്കെ ശത്രുക്കളാണ്. അപ്പൊ അതുകൊണ്ട് അവളോട് നന്നായിട്ട് സൂക്ഷിക്കാൻ പറയണം. കാർത്തികനും അവളുടെ അമ്മേനെ സഹായിക്കൊണ്ട് ഗംഗപ്രസാദിനെ കൊല്ലാനുള്ള ദേഷ്യം നമ്മളോടൊക്കെ ഉണ്ട്. അവനതിന് ശ്രമിച്ചതല്ലേ അമ്മേ? ഇന്നലെ അവൻ വന്നിട്ട് എന്നെ കൊല്ലാൻ നോക്കിയതല്ലേ? അമ്മ ആ കാര്യം അച്ഛനോട് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, അതൊന്നും നീ പറയണ്ടെന്ന് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞില്ല. പറയണ്ടമ്മേ, അവന്റെ മുമ്പിൽ ഞാൻ അഭിനയിച്ച് കിടക്കായിരുന്നു. പക്ഷെ അവൻ കത്തിയോ എന്തെങ്കിലും എടുത്തെങ്കിൽ അവനെ ശരിക്കും രണ്ടു കൊടുക്കാൻ തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവനെ ഭീഷണിപ്പെടുത്തുന്നതെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അവൻ വരട്ടെ എന്റെ അടുത്തേക്ക്, എന്റെ അച്ഛനെ ഉപദ്രവിച്ചതിന് അവനെ ഞാൻ ഇരുത്തി നിരക്കും എന്നൊക്കെ പറയണം. എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് സന്തോഷിക്കാവുന്ന ദിവസമാണ് മോനെ. ഒരുപാട് കാര്യങ്ങൾ കണ്ടു ചിരിക്കാനും സന്തോഷിക്കാനുള്ള ദിവസമാണ് എന്ന് പറയുമ്പോൾ, അതെ അമ്മേ, അതെ, അത് നമുക്ക് ലൈവായിട്ട് തന്നെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ സന്തോഷത്തോടെ അവിടെ ഇരിക്കുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് മനോഹറിനെയാണ്. മനോഹറാണെങ്കിൽ ഇങ്ങനെ വരുമ്പോഴേക്കും രാഹുൽ ഇങ്ങനെ കിടന്ന് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മനോഹർ രാഹുലിന്റെ റൂമിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് രാഹുലിന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ, ഇന്ന് എന്റെ ഈ വീട്ടിലെ ലാസ്റ്റ് ദിവസമാണ്. ഞാൻ എല്ലായിടത്തും ഗുഡ് ബൈ പറഞ്ഞു പോകാൻ പോവാണ്. ഇനി ഈ വീട്ടിൽ വരാതിരിക്കാൻ കഴിയട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. അതന്നെയാണ് ഞങ്ങളുടെയും പ്രാർത്ഥന. ഇന്നിന്റെ വിവാഹമല്ലേ? അതെ, ഇന്ന് വിവാഹമാണ്. നിങ്ങൾ ഈ കിടപ്പിലായതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ പൊക്കിയെടുത്തോണ്ട് പോയാനെ ഞാൻ.
പിന്നെ നിങ്ങളുടെ ഭാര്യ അവര് വരുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഷാനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ ദേ ഓർമ്മയുണ്ടല്ലോ, കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങൾ വന്നിരിക്കണം, നിങ്ങളാണ് എന്റെ ആന്റി എന്ന് പറയാണ്. ഹോ എന്തായാലും കുഴപ്പമില്ല, ഇന്നത്തോടെ നിന്റെ ഇവിടെ ഈ വീട്ടിലെ പൊറുതി തീരുമല്ലോ. അതെ ശരിക്കും എനിക്കാ സമാധാനം. സാധാരണ ഞാനൊരു പെണ്ണായിട്ട് ജീവിതം തുടങ്ങിയ 11 മാസം കൂടി വന്ന 1 വർഷത്തിനുള്ളിൽ ഞാൻ അവൾക്കൊരു കുഞ്ഞെ സമ്മാനിച്ച് അവിടെ നിന്ന് ഇറങ്ങും. ആദ്യമായിട്ടാണ് ഞാനൊരു ശരീരം കണ്ണു വെച്ചപ്പോ 2-2.5 വർഷം പിടിച്ചു തൂങ്ങാൻ തുടങ്ങിയിട്ട് ഒരു കുഞ്ഞിനെ സമ്മാനിച്ചു കൊടുത്തു ചെയ്തു. അതുപോലാണ്ട് ഇത്രയും വർഷം ഞാനിവിടെ നിൽക്കുന്നത്, ഒരു 10 പൈസയുടെ ഒരു ഗുണം പോലും എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടൊന്നുമില്ല എന്ന് പറയാണ്. എന്നിട്ട് ഞാൻ കയ്യും വീശിട്ടാ ഇവിടുന്ന് പോവാൻ പോണത്. അത് നീ വെറുതെ പോവാൻ പോണല്ലോ, നിനക്കൊരു 7 കോടി രൂപ കിട്ടിയതിന്റെ സന്തോഷമല്ലേ, അതുകൊണ്ടല്ലേ നീ എന്റെ മോളെ വിട്ടു പോണത്. അതുകൊണ്ട് മാത്രമല്ല എനിക്കിവിടെ മതിയായി എന്ന് പറയാണ്. ആ നിനക്ക് സഹിക്കുന്നില്ലല്ലോ എനിക്ക് 7 കോടി കിട്ടണത്. എടാ നിനക്ക് 7 കോടി കിട്ടിയാലും 70 കോടി കിട്ടിയാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നീ ഞങ്ങളുടെ മകളുടെ ജീവിതത്തിൽ നിന്ന് പോയി കിട്ടിയാൽ മതി എന്ന് പറയാണ്. ആ സമയത്ത് രാഹുൽ ചോദിക്കണ്ടല്ല, നിനക്ക് 7 കോടിയുടെ ചെക്ക് കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്, ആ ചെക്കൊക്കെ ബാങ്കിൽ നിന്ന് മാറാൻ പറ്റൂടാ. അതെ വണ്ടി ചെക്ക് തരുന്നത് നിങ്ങളുടെ സ്വഭാവമാണ്, പക്ഷെ മറ്റുള്ളവരാരും അങ്ങനെയല്ല, അത് മാറാൻ പറ്റുന്ന ചെക്കാണ്. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ആ ചെക്കിലെ 7 കോടി രൂപ വിഡ്രോ ചെയ്ത് ഞാൻ എന്റെ അക്കൗണ്ടിലേക്ക് ആക്കും. അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും, പിന്നെ കല്യാണം കഴിഞ്ഞ് ഞാനിവിടെ ഉണ്ടാവില്ല, അപ്പൊ തന്നെ ഞങ്ങൾ ഇവിടെ നാട് വിടേയുള്ളൂ. പിന്നെ നിങ്ങളുടെ മോള് ചിലപ്പോ ഒരു 2 ഒരാഴ്ചയൊക്കെ പിടിച്ച് നിൽക്കുമായിരിക്കും ഞാനില്ലാതെ, മാക്സിമം ഒരു 10 ദിവസം പിടിച്ച് നിൽക്കുമായിരിക്കും. അത് കഴിയുമ്പോ അവിടുത്തെ എന്തെങ്കിലും കള്ളം പറഞ്ഞ് നിങ്ങൾ തന്നെ വിശ്വസിപ്പിക്കണം. എടാ നീ പോയി കഴിഞ്ഞല്ലേ ഞങ്ങൾക്കാണ് ബുദ്ധിമുട്ട്, ഞങ്ങളുടെ മോളെ വിഷമം ഞങ്ങൾ കാണേണ്ടി വരും. അതൊക്കെ നിങ്ങൾ എന്താ കൈകാര്യം ചെയ്തോ, എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. ദേ നിങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കണം എന്റെ വിവാഹം എന്ന് ശരിക്കും നടക്കാനായിട്ട്. എന്റെ വിവാഹം നടന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയാലോ, ഞാൻ ഇപ്പൊ പോണ പോലെ ഉണ്ടല്ലോ അതുപോലെ തന്നെ തിരിച്ചു വരും. എടാ നിന്റെ വിവാഹം നടക്കാൻ വേണ്ടി നിന്നെക്കാളും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ഇപ്പൊ ഞങ്ങളാണ്. അത്രയൊക്കെ കൊള്ളരുതാത്തവനാണ് നീ. ഞാനോ കൊള്ളരുതാത്തവനാ? നിങ്ങളുടെ ഈ കെട്ടിയടാ കൊള്ളരുതാത്തവൻ. ഇയാളെ ഒരു പാവപ്പെട്ട മിണ്ടാപ്രാണിന്റെ സ്നേഹം നടിച്ച് ഗർഭിണിയാക്കി, എന്നിട്ട് അവരപ്പുറത്തെ വീട്ടിൽ നിൽക്കുവാണ് സ്വന്തം മോളുടെ മുഖം ഒന്ന് കാണാൻ, കൊച്ചുമോളെ കാണാൻ കൊതിച്ചിട്ട്. അതൊന്നും വേണ്ടെന്ന് വെച്ചാൽ ഇയാളാണ് ഏറ്റവും വലിയ കൊള്ളരുതാത്തവൻ. അയാളുടെ അത്രയും ദ്രോഹം ഞാൻ ചെയ്തിട്ടില്ല. എടാ നീ കുറെ പ്രാവശ്യമല്ലോ നീ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, ഞാനാണ് ഏറ്റവും ദ്രോഹം ചെയ്തിരിക്കുന്നത് പറഞ്ഞത്. എടാ നീ സ്നേഹിച്ച് വഞ്ചിച്ച പെണ്ണുങ്ങളൊന്നും ചെയ്തത് നീ ദ്രോഹമല്ല. എടാ ഞാൻ എന്ത് ദ്രോഹം ചെയ്യുന്ന പറഞ്ഞത്, ഇതെന്റെ ബിസിനസ് ആണ്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കിട്ടുന്ന ബിസിനസ്. അത് ഞാൻ ബിസിനസ് ആയിട്ട് മാത്രമേ കാണാറുള്ളൂ. പിന്നെ ഞാൻ കല്യാണം കഴിച്ച പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ ദുഃഖമൊന്നും അനുഭവിച്ചിരിക്കുന്നവരല്ല, അവരൊക്കെ വേറെ ജീവിതത്തിൽ പോയി കുറെ പേര് അവർ സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിന്നു, എല്ലാവരും സന്തോഷവതികളാണ്. അല്ലാതെ നിങ്ങൾ അപ്പുറത്തെ വീട്ടിൽ ഒരുത്തിനെ നിർത്തിയിട്ടില്ലേ, നിങ്ങളുടെ പഴയ ഭാരത സരിയുവിന്റെ അമ്മ, അവളെ പോലെ ദുഃഖിച്ചിരിക്കണമെന്നില്ല ആരും. അപ്പൊ ആരാണ് ഏറ്റവും വലിയ ക്രൂരൻ? നിങ്ങളാണ് ഏറ്റവും വലിയ ക്രൂരൻ എന്ന് പറയാണ്. അതിനുശേഷം രാഹുൽ പറയണ്ടടാ, രാഹു കാലവും നിന്നില്ല, നീ പോവാൻ നോക്ക്. അതെ നിങ്ങളുടെ ഏറ്റവും വലിയ ഇവിടുത്തെ ആൾക്കാരുടെ അടുത്ത് നിന്നല്ല ഞാൻ പോവാൻ പോണത്, അപ്പൊ അതുകൊണ്ട് നല്ല സമയം തന്നെ എപ്പോഴും. ഞാൻ എന്തായാലും ഇവിടുന്ന് പോകുവാണ്. പോണ മുമ്പ് നിങ്ങളുടെ മകളുണ്ടല്ലോ അവളടുത്തുനിന്ന് യാത്ര പറഞ്ഞിട്ട് പോണം എന്ന് പറഞ്ഞിട്ട് മനോഹർ അവിടെ നിന്ന് പോവാട്ടോ. ആ സമയത്ത് സരയു അവിടെ നിന്ന് മുടിയൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. സരയുവിന്റെ അടുത്തേക്ക് വേഗം മനോഹർ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. മോളു എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. മനുവേട്ടന് ആകെ വിഷമമാണല്ലേ? അതേ മോളു, ഇനി ഒരാഴ്ച നിന്നെ കാണാൻ പറ്റില്ലല്ലോ. എനിക്കും അതെ, ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല മനുവേട്ട. അത് മോളുടെ കണ്ണ് കണ്ട എനിക്കറിയാം, ഞാനും അങ്ങനെ തന്നെയാണ്. ശരിക്കും ഉറങ്ങാൻ പോലും പറ്റിയില്ല. ഞാൻ ഇന്നലെ ഉറങ്ങാതെ മനുവേട്ടനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ മനുവേട്ടനെ കാണാൻ പറ്റുള്ളൂ. അല്ല മനുവേട്ടൻ എങ്ങനെയാ പോണത്? ഇവിടുന്ന് വണ്ടി എടുത്ത് പോകും മോളെ. പിന്നെ അല്ല മനുവേട്ടൻ അപ്പൊ ഉറക്കക്ഷീണമില്ലേ? വണ്ടിന്ന് ഉറങ്ങണം. അല്ല വണ്ടി അപ്പൊ എങ്ങനെ ഓടിക്കും? അല്ല മോളെ ഇവിടുന്ന് ഹോട്ടലിലേക്ക് പോകും, അവിടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവരെ കൂട്ടിക്കൊണ്ട് വേണം എനിക്ക് അവിടുന്ന് മണ്ഡപത്തിലേക്ക് പോകാനായിട്ട്. അപ്പൊ അവര് ഡ്രൈവ് ചെയ്യുമ്പോ എനിക്ക് ഉറങ്ങാലോ. മനുവേട്ട ആരോഗ്യക്കാനായിട്ട് നോക്കണം കേട്ടോ. അല്ല ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ? അയ്യോ വേണ്ട മോളു, സമയം 7 മണി പോലും ആയിട്ടില്ല, ഞാൻ 9 മണിക്കാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്, മോൾക്ക് അറിയാലോ. മനുവേട്ടൻ അപ്പൊ രാവിലെ തന്നെ പോവാണല്ലേ? അതേ മോള് രാവിലെ തന്നെ പോണം. സാരില്ല മോള് വിഷമിക്കൊന്നും വേണ്ട, ഞാൻ ഇവിടെ പോയി കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കി ഇടും. പക്ഷെ മോള് വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കാം. അതെങ്ങനെയാ ഫ്ലൈറ്റ് മോഡ് ഓഫായി കഴിഞ്ഞാൽ ഞാൻ വിളിച്ച ഫോൺ എടുക്കുന്നത്? അതോ മോള് വിളിച്ചു കഴിഞ്ഞാലേ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കുമ്പോ അറിയാൻ പറ്റുള്ളൂ, അപ്പൊ വിളിക്കാന്ന് ഉദ്ദേശിച്ചത്. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ മോളെ വിളിക്കാം. മോള് വിഷമിക്കരുത് കേട്ടോ, ആരോഗ്യം നോക്കണം, കുഞ്ഞിനെ നോക്കണം, സന്തോഷമായിട്ടിരിക്കണം. ഓക്കെ മോളു? ശരി മനുവേട്ട. പിന്നെ മോൾക്ക് സന്തോഷ വാർത്തയൊക്കെ ഉണ്ടാവും കേട്ടോ ഉടനെ. അപ്പുറത്തെ കിരണിനും കിരണിക്ക് ഏറ്റവും വലിയ ശത്രുക്കൾ വന്നിരിക്കുക. അപ്പൊ ഒരു പടം ആവും മനുവേട്ടൻ നമ്മൾ അമേരിക്ക പോണ ഉള്ളിൽ കാണാൻ പറ്റുമോ? പടം ആവോന്ന് എനിക്കറിയില്ല, പക്ഷെ അവര് ഇല്ലാതാവണം നമുക്ക് കാണാം. അങ്ങനെ കാണാൻ സാധിക്കട്ടെ മനുവേട്ട. എന്നിട്ട് നമുക്ക് അമേരിക്കയിലേക്ക് പോവാം മോളു എന്നൊക്കെ പറയട്ടെ. സരുവിന്റെ നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് മനോഹർ അവിടുന്ന് കല്യാണത്തിന് പോകുന്ന ഭാഗത്തോടെയാട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.